ചോദിച്ചത്? ഞാനല്ലേ ആൻസർ. എല്ലായിടത്തും നീ പോയി ചോദിക്കോ? ഇപ്പഴേ ചോദിക്കോ? എന്താണ് വിളിച്ച വരാനും മടി? എന്തിനാ സാറേ? ഓ, അപ്പൊ താൻ കാര്യം എന്തെന്ന് അറിഞ്ഞാലേ കയറുള്ളൂ. അതല്ല നഗർ ഇന്നത്തെ ഗസ്റ്റ് ആയിരുന്നു വെച്ചാൽ തന്റെ സംസാര രീതി കൊണ്ട് വൈറലായ 2 ചുണക്കുട്ടികൾ. അറിഞ്ഞോ? എന്ത് പറഞ്ഞില്ലേ? ഇല്ല. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ഓപ്പൺലി ചോദിച്ചോട്ടെ. ഒരു ചോദ്യമേ നമുക്കുള്ളൂ. അതിന്റെ ഉത്തരം 2 ആയാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം. പൂർണിമയ്ക്ക് ഈ സ്ലാങ് സംസാരിക്കുന്നത് മനഃപൂർവ്വമാണോ, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ? കാരണം ഞാനും ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. എന്തിര് എന്നൊന്നും പറയത്തില്ല. അത് ഒരെണ്ണം റീച്ച് ആയതിനു ശേഷം പിന്നെ മനഃപൂർവ്വം എന്തിര് അത് ഇത് നീട്ടി സംസാരിക്കുന്നതാണോ റീച്ചിന് വേണ്ടി? വീഡിയോ ചെയ്യണല്ലേ, ഇയാൾക്ക് നെഗറ്റീവ് കമന്റ്സ് വരില്ലേ? ഇഷ്ടം പോലെ പിന്നെ ആ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റീച്ച് കിട്ടാൻ വേണ്ടി. രണ്ടും തിരിമുറിഞ്ഞ കള്ളന്മാരാ. ഞാൻ മനഃപൂർവ്വം നീ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യമേ ഞാൻ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ പറഞ്ഞിട്ടുണ്ട് മനഃപൂർവ്വം സംസാരിക്കുന്നതല്ല. പിന്നെ എന്തിനാണ് ഈ ചോദ്യം പിന്നെയും പിന്നെ ചോദിക്കുന്നത്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് പറഞ്ഞല്ല. വീണ്ടും ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു നിലയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല. നീട്ടി വലിച്ച് ആ ഒരു വീഡിയോ നിന്റെ തന്ത ആവും പോലെ എന്റെ തന്ത ആവണമെന്ന് വെച്ചാൽ ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ പൊന്തി. അയ്യോ, ഊഹിക്കുന്നുടാ പട്ടി. റെക്കോർഡിംഗ് ആണ്. തിരിച്ച് ഞാൻ ഒന്നും പൂർണ്ണിമ പറഞ്ഞു. അയ്യോ, ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട. നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ എഴുന്നേറ്റ് തല്ലുകൊള്ളാൻ പോകേണ്ടതാ. സത്യം. ഇന്റർവ്യൂ ചെയ്യണേന്ന് അറിയാൻ ഞാൻ വരൂലായിരുന്നു ഇവിടെ. എന്ത് എന്റെ അടുത്ത് പറയാത്ത ഈ പെണ്ണാണ് എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. എന്നെ വിളിച്ചെന്ന് വെച്ചാൽ മാനവി തന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് അന്നേ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നീ അന്ന് എന്നെ ഒന്നും പറഞ്ഞില്ല. ഇന്ന് എന്നെ ചൊറിഞ്ഞോട് ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ആരും എന്നെ കണ്ട ചോദിച്ച് വാങ്ങിച്ചാണ്. നീ ചോദിച്ച് വാങ്ങിച്ചാണ്. നിന്റെ അച്ചാവും പോലെ എന്റെ അച്ചാവണമെന്ന് വിചാരിച്ചാൽ നടക്കൂ. നിനക്ക് പിന്നെ കൾച്ചർ ഇല്ലാത്തോണ്ട് നീ ആ രീതിയിൽ ചോദിക്കാത്തെ. നിങ്ങൾക്ക് മാത്രം എല്ലാരും പ്രാങ്ക് ചെയ്തു. ഞാൻ അങ്ങോട്ട് തകർന്നു പോയി.